ഡോബർമാൻ പപ്പീസ് പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. വളർക്കാവിലുള്ള നമ്മുടെ ബസ്സുകൾ പോകണം. നമസ്കാരം, സൊഫൈൻ കന്നൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പപ്പീസിനെ പറ്റിയിട്ട് പെറ്റ് പാരന്റിന് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിറയെ പപ്പീസ് ഉണ്ട്. നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡ് പപ്പി, പിന്നെ വേറെ ഡോബർമാൻ ഉണ്ട്, ഹസ്കി ഉണ്ട്, ഷിറ്റ്സു ഉണ്ട്, ലാബർ ഡോഗ് ഉണ്ട്, ഗോൾഡൻ റിട്രീവർ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം പപ്പികളായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുറെ കോളുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നാണ് വരമരുന്ന് കൊടുക്കേണ്ടത്, പിന്നെ പപ്പീസ് ഫുഡ് കഴിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ നമ്മുടെ നിന്ന് മേടിച്ചത് മാത്രമല്ല വേറെ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ള ആൾക്കാരും നമ്മുടെ അടുത്ത് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ കൂടെ കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യണതാണ് കേട്ടോ. നമ്മൾ നോർമലി ഇവിടെ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പീസ് ഉണ്ടായ 18ാമത്തെ ദിവസം വരമരുന്ന് കൊടുക്കും. അപ്പോൾ ആ വരമരുന്ന് നമ്മൾ ബോഡി വെയിറ്റ് ഒക്കെ അനുസരിച്ചിട്ടുള്ള വരമരുന്നാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വെറ്റിനറി ഡോക്ടർ അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ബ്രീഡർമാരുടെ അടുത്ത് ചോദിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. വരമരുന്നൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. വരമരുന്ന് കൊടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് നല്ല ഡോഗിന്റെ വരമരുന്ന് തന്നെ മേടിച്ചു കൊടുക്കുക. അതിൽ വരമരുന്ന് എഴുതിണ്ടാവും, നമുക്ക് അതിന്റെ വെയിറ്റ് കാര്യങ്ങൾ ഇത്ര കിലോന് ഇത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതിണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ആരെങ്കിലും എടുത്ത് ചോദിച്ചിട്ട് ചെയ്തോളൂ. അറിവുള്ള ആൾക്കാരെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ജനിക്കുമ്പോൾ 18ാമത്തെ ദിവസമാണ് നമ്മൾ വരമരുന്ന് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ 25 ദിവസം കൂടുമ്പോൾ നമ്മൾ വരയ്ക്ക് കൊടുക്കും. നമ്മളൊരു 3 മാസം വരെയുള്ള പപ്പീസിന് 25 ദിവസം കൂടുമ്പോഴുള്ള മരുന്നുകൾ കൊടുക്കുക. 25 ദിവസം കൂടുമ്പോൾ നമുക്ക് വരമരുന്ന് കൊടുക്കാം. അപ്പോൾ അത് അതിന്റെ ബോഡി വെയിറ്റിനനുസരിച്ചിട്ടുള്ള മരുന്നുകളാണ് കൊടുക്കേണ്ടത് കേട്ടോ. അത് ബെറ്റർ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യണതാണ്. അല്ലെങ്കിൽ നിങ്ങൾ നല്ല അറിവുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് പറയുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വിറ്റാമിൻസും കാൽസ്യം ഇതൊക്കെ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പപ്പീസ് നല്ല ഭംഗിയുണ്ടാവും, നന്നായിട്ട് ഫുഡ് കഴിക്കും. അതിന് ലിവർ ടോണിക് ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് പപ്പീസിനെ കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ബ്രീഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ മരുന്ന് പ്രോപ്പറായിട്ട് കൊടുക്കുക. അതേപോലെ കാൽസ്യം, വിറ്റാമിൻ, അയണൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പീസിന് വിൽക്കണ സമയത്ത് നല്ല ഭംഗിയിൽ പപ്പീസ് ഇരിക്കും. അപ്പോൾ പപ്പീസിന് വിൽക്കണ ആൾക്കാരുടെ പണി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ മേടിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാർ, നമ്മുടെ നിന്നൊക്കെ മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ 90% ആൾക്കാർക്ക് നമ്മൾ കാൽസ്യം, വിറ്റാമിൻ, അയണൊക്കെ നമ്മൾ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. 80% ആദ്യത്തെ 1-2 വട്ടമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലാത്ത ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത് കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ നമ്മൾ പറയണത് അറിയില്ലെങ്കിൽ നമുക്ക് ഇതെന്തെങ്കിലും മനസ്സിലായില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഉണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്, വിളിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കുക. അപ്പോൾ അടിപൊളി പപ്പീസിനെ വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ പപ്പീസ് സൂപ്പർ പപ്പീസ്, നല്ല കോട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ള പപ്പീസാണ്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഇപ്പം ഇരിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡിന്റെ ഒരു മീഡിയം കോട്ട് പപ്പീസാണ് കേട്ടോ. ഫീമെയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പപ്പീസ് വേറെ ഇഷ്ടം പോലെ പപ്പീസ് ഉണ്ട്. നമ്മുടെ വീഡിയോ തുടർന്ന് കാണാം. ഇന്നത്തെ വീഡിയോ തുടർന്ന് കാണാം. സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ അമേരിക്കൻ പുള്ളി മെയിൽ കേട്ടാ. ഇവിടെ വേറെ മെയിലുകൾ ഉണ്ട് കേട്ടാ. ഇത് നമ്മുടെ ലാബ് മെയില് ഡുർണി, ഗോൾഡൻ ഫീമെയില്, ഒട്ടതൊക്കെ ബോർഡിങ് കേട്ടാ. ഇത് നമ്മുടെ ബുൾമാസ്റ്റിഫ് ഗുണ്ടപ്പാടാ ഗുണ്ടപ്പാ. ആ, ഇതും ഒരു മെയിൽ തന്നെയാ. ഇത് അമേരിക്കൻ പുള്ളി തന്നെ. ഇത് റോട്ട് മെയില് ഇമ്രാൻ, ലാറ, കട്ടപ്പ, ജാക്കല്ല സോറി, ജാക്കോടി ഇല്ല കേട്ടപ്പോ. ഇത് മൈക്ക് ഇട്ടാ, നമ്മുടെ മൈക്ക്. അപ്പൊ പപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. മൈക്കിന്റെ ഒക്കെ പപ്പീസൊക്കെ ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വൈറ്റ് ഹസ്കിട്ടാ, ബുൾമാസ്റ്റിഫ് ഫീമെയില്. ഇവരൊക്കെ നമ്മൾ ബ്രീഡ് ചെയ്തിട്ടൊക്കെ കേട്ടാ. എന്താ ചെറിയ കൂട്ടിലിട്ടൊക്കെ ബ്രീഡ് ചെയ്തിട്ട് ബ്ലാക്ക് ചെയ്ത് കിയ. ഈ മുകളിൽ പപ്പീസൊക്കെ പ്രസവിച്ചത് നമ്മുടെ അടുത്ത മെയില് ലാബ് തുട്ടു. ലാബിന്റെ പപ്പീസ് ഉണ്ട് കേട്ടാ.
ഇത് ഗോൾഡൻ ഫീമെയിലുകൾ, വൈറ്റ് ആട്ടാ, വൈറ്റ്. അപ്പുറത്ത് ലാബ് ബോർഡിങ് ആട്ടാ, ലാബ് ബോർഡിങ്. ഓ കാണാനില്ലടാ കണ്ണ് പറ്റിയ. മെയില്. ആ ശരി ശരി, നിന്നെ കാണിക്കാൻ. അവനെ കൊടുക്കാളാട്ടാ. 3 മാസം കഴിഞ്ഞു, 4 മാസം ആവുന്നു. നമ്മുടെ ഡോബർമാൻ മെയില്. ഡോബർമാൻ മെയില് പപ്പീസ് പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞാൽ പപ്പീസിനൊക്കെ കാണാൻ പോവാം. ഇത് രാജപാളയം കേട്ടാ, രാജപാളയം. ഇതൊരു ബോർഡിങ് കേട്ടാ, മെയില് രാജപാളയം ബോർഡിങ്. ഇത് ഫീമെയില് കൊടുക്കാനുള്ള തന്നെയാട്ടാ. 6 മാസം പ്രായമുള്ള ഫീമെയില് കൊടുക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളതാ. പിന്നെ ബോർഡിങ് ഒക്കെ കുറെ എണ്ണം ബോർഡിങ്ങാ. നമുക്ക് മുകളിലേക്ക് പോയിട്ട് നമ്മൾ പപ്പീസുകളെയും കുട്ടികളെയും മദറിനെയൊക്കെ കാണാം കേട്ടാ. നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡ് ഡ്യൂഡിനെ കാണിക്കാം. ജർമ്മന്റെ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ജർമ്മനും നമ്മുടെ ഡ്യൂഡ് ഉണ്ട് ലാറാട്ടാ ഉണ്ടായിട്ടുള്ളത്. റാംബോസൺ സോണി അപ്പിട്ടുണ്ടല്ലോ കൂട്ടില്. ഡ്യൂഡ് ഡ്യൂഡ് അലമ്പനാണ്, അലമ്പാൻ ഡൂഡ്, അലമ്പ് ഡൂഡ് ഇത്തിരി അലമ്പാണ്. ഡ്യൂഡ് ഡ്യൂഡ് കടി മേടിക്കണ്ടെന്നാണ് പറയുന്നത്. ഇതലമ്പനാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് പുറത്തേക്ക് ഇറക്കി നമ്മൾ കൊണ്ടുപോയി ബ്രീഡ് ചെയ്യാനും ഇതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. ഹസ്കി നമ്മുടെ ടോം മാക്സിന്റെ പപ്പീസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവന്റെ പപ്പീസ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മഴ കാരണം കൊണ്ടേ ഇത്തിരി അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ മേല്. ഇത് ഭീം, ഇത് ടോം മാക്സ്, മറ്റേത് അധീരൻ. വെള്ളമൊക്കെ ഉണ്ട്, എന്നാലും ഇവിടെ അത്യാവശ്യം ക്ലീനൊക്കെ ആക്കണതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ മുകളിലെത്തിയിട്ട് ഇവിടെ ഹസ്കി പ്രസവിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. ബ്രൗൺ കളർ ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് 2 മെയില്, മറ്റേത് 2 ലാസ്റ്റത്തെ ഓരോ ഫീമെയില് കേട്ടോ. 4 പപ്പീസാണ് ഉള്ളത്. ഡെയിലി ബ്രൗൺ പറഞ്ഞു. ഇപ്പുറത്ത് ലാബ് പ്രസവിച്ച് കിടക്കുന്നുണ്ടോ, ലാബ് കുട്ടികൾ. ഇപ്പുറത്ത് ഡോബർമാൻ പ്രസവിച്ച് കിടക്കുന്നുണ്ട് കുട്ടികൾ. ഇപ്പുറത്തെ ജർമ്മൻ ഷെപ്പേർഡ്, ജർമ്മൻ ലാറ എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. സൂപ്പർ ഫീമെയിലാണ് കേട്ടോ. എന്നിട്ട് ലാറ കണ്ടല്ലോ പോയി. ഫീമെയിലോ കേട്ടോ, 2 ഫീമെയിലുള്ള സൂപ്പർ പപ്പീസാണ്. യാറാ നമ്മള് വിളിക്കുമ്പോ നോക്കണ്ടേ. ഡോബർമാൻ ഇവിടെ പ്രസവിച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ നേരത്തെ കാണിച്ചിട്ടില്ല, മെയിലിനെ കാണിച്ചിട്ടില്ല കേട്ടോ പ്രസവിച്ചിട്ടുള്ളത്. കാരണം നമ്മള് സെപ്പറേറ്റ് മാറ്റിയിട്ട് കേട്ടോ എപ്പോഴും. ഇത് ഡോബർമാൻ ലാബ് തന്നെ പ്രസവിച്ചിട്ടില്ല കേട്ടോ. ടുട്ടോ ഡൂർണിയ ബായ് ലാബ് കാ ഡുർണി നമ്മളിപ്പോ ഫസ്റ്റ് കാണിക്കുന്നുണ്ട് വീഡിയോയില്. അതിന്റെ കുട്ടി അതിൻ്റെ ഇത് കേട്ടാ.
ഇത് മറ്റേതിന്റെ കുട്ടിയാണ്, ലാസ്റ്റിൽ കാണിക്കുന്ന ലാബിന്റെ കുട്ടിയാണത്. ഹസ്കി എവിടെ ഉണ്ട്? ഹസ്കിയുടെ സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞു, ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ലാബിന്റെ പപ്പീസിനെ വേണമെങ്കിൽ വെറുതെ ഒന്ന് കാണിക്കുക. എന്താ കുറച്ച് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ഫ്രീ ആയിട്ട് പട്ടിക്കുട്ടീനെ കിട്ടോ, ഫ്രീ അഡോപ്ഷൻ ഇപ്പം ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീ അഡോപ്ഷൻ നമ്മൾ ഇതിൽ കമന്റ് ബോക്സിൽ നമ്മളെ വിളിച്ച് ചോദിക്കുക ഒന്നും വേണ്ട. നമ്മൾ ഫ്രീ അഡോപ്ഷന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഇപ്പൊ നമുക്ക് പപ്പീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ സബ്സ്ക്രൈബർ ആവാ. നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ കമന്റ് ബോക്സിലത്തെ ലിങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കാണ്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ആൾക്കാർ, ഇപ്പൊ ഇനി മഴയൊക്കെ വരണം, കുറെ ആൾക്കാർ നോക്കാൻ പറ്റാണ്ടൊക്കെ കുറെ പേര് പപ്പീസിനെയും വലുതിനെയും ഒക്കെ ഫ്രീ അഡോപ്ഷൻ കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ ആ ഗ്രൂപ്പിലാണ് ഇടുന്നത് കേട്ടോ. പിന്നെ നമ്മളും കൊടുക്കാറുണ്ട്. നമുക്ക് ചില സമയത്ത് നമുക്ക് തോന്നണം ഇതിന് നമുക്ക് ഫ്രീ അഡോപ്ഷൻ കൊടുക്കാന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് നമ്മളെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്കും കൊടുക്കില്ല. അത് നമ്മുടെ നിർബന്ധമാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങനെ ഫ്രീ അഡോപ്ഷൻ വേണമെന്നുള്ള ആൾക്കാർ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അതിൽ കയറാ, അതിൽ ജോയിൻ ചെയ്യുക. ഇടയ്ക്ക് വരും, ഇടയ്ക്ക് നോക്കാം, അതിൽ വന്നിട്ടുണ്ടെങ്കിൽ നോക്കാം. ഉണ്ടെങ്കിൽ അപ്പം തന്നെ അതിൽ വിളിക്കാനുള്ള നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ തന്നെ വിളിക്കാൻ, നമ്മളെ വിളിച്ച് ചോദിക്കേണ്ട ഏത് നമ്പറാ. ആ ഒരു വീഡിയോ ഇടും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ. ആ വീഡിയോയിൽ അതിന്റെ ഓണറുടെയോ നമ്മുടെയോ ആരെങ്കിലും നമ്പർ വെച്ച് ആ നമ്പറിൽ വിളിച്ചാൽ മതി. എന്നെ ഈ ഡിസ്ക്രിപ്ഷനിലത്തെ നമ്പറിൽ വിളിക്കേണ്ട കേട്ടോ, അത് പ്രത്യേകം പറയുന്നു. അപ്പൊ എല്ലാവരും മാക്സിമം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാം. പപ്പീസിന് ഫ്രീ ആയിട്ട് ആവശ്യമുള്ളത് മാത്രം കേട്ടോ. ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാധനത്തിനൊന്നും ആരും ഫ്രീ ആയിട്ട് കൊടുക്കില്ല. ഇനി അതും നമ്മൾ വ്യക്തമാക്കി തരാണ്. അപ്പോൾ കാശ് ഇല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ നല്ലത് കിട്ടും, ചിലപ്പോൾ ഓർഡിനറി കിട്ടും. എന്തെങ്കിലും കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ്, ശല്യമായിട്ടാണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആൾക്കാർ നമുക്ക് ഫ്രീ അഡോപ്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഏതെങ്കിലും ചിലപ്പോൾ നമ്മൾ മേടിച്ചു കൊണ്ടുപോകുമ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഭാഗ്യം പോലെ ഇരിക്കും. എല്ലാം കറക്റ്റായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ തുടർന്നാണ് നമ്മൾ നേരെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം കേട്ടോ. നമ്മുടെ വടക്കഞ്ചേരിക്ക് ഹസ്കീനെ ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോകണം. നമ്മുടെ ഫാമിന് പോവാണ്. അപ്പോൾ നമ്മുടെ ഹസ്കി കണ്ട വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴുള്ള ബോക്സാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രൂമീനോടത്തേക്ക് പോകാൻ വടക്കഞ്ചേരിയിൽ പോയിട്ട് ഇനി അവിടുത്തെ വിശേഷങ്ങൾ ബാക്കി. ഇപ്പം നമ്മൾ വടക്കഞ്ചേരിയിൽ എത്തിയിട്ട് കേട്ടോ. തൃശ്ശൂർ അങ്ങോട്ട് വടക്കഞ്ചേരി ബസ്സുകൾ പോകുന്നു. ഇത് തങ്കം തിയേറ്റർ, അതിൻ്റെ തൊട്ടുള്ള ബിൽഡിങ്ങിലാണ് നമ്മുടെ ഗ്രൂമിങ് പാർലറുള്ളത് കേട്ടോ. തങ്കത്തിൻ്റെ തൊട്ടന്നെ അതേ നമ്മുടെ പരസ്യം വെച്ചിട്ടുണ്ട്, ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിലങ്ങനെ പോണു. അങ്ങോട്ട് തൃശ്ശൂരാണ് കേട്ടോ. ഇവിടെ ഒരു പീക്കോക്ക് ഉണ്ട്, പിന്നെ ഒരു ചായക്കടയുണ്ട്, നാടൻ കുട്ടൂസ് കിച്ചൻ. ഉള്ളിൽ കൂടെ പോകണം. ഇതാണ് നമ്മുടെ ഷോപ്പ് കേട്ടോ, അതായത് ഗ്രൂമിങ് പാർലർ. ഇവിടെ ആക്സസറീസ്, ഫുഡ്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഷാമ്പു, ടോയ്സ്, വിവിധ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ പാർക്ക് ചെയ്യാൻ സ്പേസ് ഒക്കെ ഉണ്ട്. ഗ്രൂമിങ് പാർലർ, ഒരു പോമറേനിയൻ ഗ്രൂമിങ് ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ഗ്രൂമിങ് വേറെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹസ്കിയ നമ്മുടെ കേട്ടോ. അവിടെ പാർക്കിങ്, അവിടെയാണ് വെറ്റിനറി ഡോക്ടർ കാണിച്ചിട്ടുണ്ടോ. ഇത് ഡോക്ടറുടെ സ്ഥലം. ഓക്കെ, നമ്മൾ തിരിച്ച് ഫാമിലിക്ക് എത്തിയിട്ട് അവിടെ വണ്ടി നിൽക്കണം. ആ വണ്ടിയിൽ
നമ്മളെ കാത്തു നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ അവിടേക്ക് ഇന്ന് മേടിച്ചുകൊണ്ടായിട്ടുള്ളതാണ്. ഒരു ഹസ്കീനെ മേടിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ജർമ്മൻ ഷെപ്പേർഡ് മേടിച്ചുകൊണ്ടായത്. ജർമ്മൻ ഇറങ്ങി. ജർമ്മന് 1 വയസ്സാവണല്ലോ കേട്ടോ. ഹസ്കിക്ക് 1.5 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഹസ്കി ഇറങ്ങിപ്പോൾ അപ്പോൾ കൊരട്ടിയിലുള്ള ആൾക്കാരാണ്. കൊരട്ടിയിൽ നിന്നാണ് അവർ വരുന്നത്. നമ്മുടെ അവിടേക്ക് ബ്രീഡ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ഹസ്കീനെ നമ്മുടെ തന്നെ മേടിച്ചിട്ടുള്ളതാണ്. അതുപോലെ ജർമ്മന് ബ്രീഡ് ചെയ്യാറായിട്ടില്ല. ജർമ്മന് 1 വയസ്സാവണല്ലോ. ഉണ്ടോ ഹസ്കി ഉണ്ടോ? അടിപൊളി ഹസ്കി. ഹസ്കിക്ക് 1 വയസ്സ് കഴിഞ്ഞു കേട്ടോ. 1.5 വയസ്സ് കഴിഞ്ഞു ഹസ്കി. അപ്പോൾ അതിനെ ഡോക്ടറെ കാണിച്ച് ഡേറ്റൊക്കെ എടുത്തിട്ടാണ് അവർ വരുന്നത്. ഇത് 2 കൊടുന്ന് മേടിച്ചു തന്നെയാണ്. കയ്യിലെടുത്ത് കൊണ്ടുപോയതല്ലേ ഒരാ നമ്മുടെ വീഡിയോകളിൽ നോക്കിയാൽ കാണാം. ഒരു കയ്യിൽ പിടിച്ച് കൊണ്ടുപോയിട്ടുള്ള സാധനമാണ്. ഇപ്പോൾ നടന്ന് കൊണ്ടുവരാണ് ആൾക്കാർ പുലികളായിട്ട്. ഇനി നമുക്ക് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇവിടുന്ന് സെയിലാക്കിയിട്ടുള്ള പപ്പീസിനെയും അതിൻ്റെ ആൾക്കാരെയൊക്കെ കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വളർക്കാവ് കടയിലേക്ക് പോകും. അതോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഗോൾഡൻ ഫീമെയിൽ പപ്പി പോവാണ് കേട്ടോ. എവിടെയാണ് നിങ്ങളുടെ സ്ഥലം? എവിടെയാ? തിരുവല്ലയിലേക്കാണ് പോണേ. പേര് അലോന. എന്താ ചെയ്യണേ? പഠിക്കുന്നു. ഇത് 12th പഠിക്കുന്നു. ഉണ്ണിയുടെ പേര് നൈല. എത്രയില പഠിക്കണേ? 1ല്. തിരുവല്ലയിൽ തന്നെ. കാനഡയില പഠിക്കണേ. നിങ്ങളെല്ലാവരും കാനഡയില? എല്ലാവരും തിരുവല്ലയിലല്ല. ഇപ്പൊ വെക്കേഷനിൽ വന്നേക്കാണ്. വെക്കേഷനിൽ വന്നേക്കാണ് കേട്ടാ. ശരി, അപ്പൊ ഓക്കെ. ഇരുന്നോട്ടെ, എല്ലാവരും ഇരുന്നോട്ടെ. നമ്മുടെ ലാബിന്റെ പറ്റിട്ട് പാലക്കാട് വന്നാണ്. ഇതെവിടെയാ? പാലക്കാട്. ഇത് എവിടെ സ്ഥലം? പാലക്കാട് ടൗൺ തന്നെ അല്ലേ? മോളുടെ പേര് എന്ത് ചെയ്യുന്ന? പഠിക്ക? എത്രയില്? 10 കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഗിഫ്റ്റ്. ആൾക്ക് പേടിയാണല്ല പട്ടിക്കുട്ടീനെ? ചെറുതായിട്ട് പേടിയുള്ളൂന്ന്. നമ്മുടെ എവിടെ സ്ഥലം? ആനക്കല്. തൃശ്ശൂരന്നെ. പേര് നജികേത്. അതെ, പഠിക്കുക. ഞാൻ ഡിഗ്രി ചെയ്തോണ്ടിരിക്കുക. അമ്മയാ? ട്യൂഷൻ ടീച്ചറാ വർഷങ്ങളായിട്ട്. ഇത് ചേട്ടന്റെ മാരേജ് വരുന്നുണ്ട്. അപ്പൊ ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാ. ഇതിപ്പോ അവരുടെ ഒരു എൻഗേജ്മെന്റ് വരെ ഒരു 1 മന്ത് നമ്മുടെ കയ്യിലുണ്ടാവും. അവിടെ തൃശ്ശൂർ ഉണ്ടാവും. പിന്നെ അവര് കൊല്ലത്താ. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകും. അതെ, പേര് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അത് അവര് സംസാരിച്ച് ഇതാവട്ടെ. പറയും. സബ്സ്ക്രൈബ് ചെയ്യുന്ന. ഓക്കെ, താങ്ക് യു. നമ്മുടെ 2 കണ്ണ് കളറ് കണ്ട 3 മാസമുള്ള ഫീമെയിൽ പോകുന്നിട്ടാ. എവിടെ സ്ഥലം ചേട്ടാ? കുരിയച്ചറ. ഇവിടെ അടുത്ത് നമ്മുടെ കടയുടെ തൊട്ടടുത്ത് തന്നെ അല്ലേ? പേര് ഡിന്നറ്റ്. ഇത് ടെസിയ. വൈഫാണ് ടെസിയ. എന്താ ചെയ്യ ചേട്ടാ? എന്താ ചെയ്യണേ? ഞാനൊരു ബ്രാൻഡ് വർക്ക്, ഷർട്ടിന്റെ ബ്രാൻഡ് വർക്ക് ചെയ്യണം. അതല്ലേ, ആള് വർക്ക് ചെയ്യില്ല? ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ ഹസ്കി പേരിട്ടുണ്ടോ? ഡുവല്ല. അപ്പൊ വീട്ടില് വേറെ ആരൊക്കെയുള്ള? പപ്പ, അമ്മ, അങ്ങനെ. ശരി, അപ്പൊ എല്ലാവരുടെ തന്നെ അന്വേഷണം പറയാം. ഓക്കെ. സൗണ്ട് കേൾക്കുമ്പോ നോക്കുന്നുണ്ട്. നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോ. നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലത്തെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഒരു പപ്പീനെ കണ്ണൂര് പയ്യന്നൂർക്ക് കൊടുത്തയക്കുന്നുണ്ട്. കണ്ട പപ്പി കണ്ട? നമ്മുടെ പപ്പി ഷിറ്റ്സു.
ഒരു പപ്പീനെ കണ്ടിട്ടില്ല, വീഡിയോ കണ്ട് വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുന്നത്. പപ്പീനെ സെലക്ട് ചെയ്തു. നമ്മുടെ ബാഗ് ഒന്ന് നിർത്താം. ബാസ്ക്കറ്റിലോട്ട് തന്നെ കൊടുക്കണം കേട്ടോ പപ്പീനെ. അവരിപ്പോൾ വരും. അവരിൻ്റെ തോന്നുന്നുണ്ട്. ആ പറഞ്ഞ ട്രാവലർ കേട്ടോ. ഡിമോറ തിരുവനന്തപുരത്ത് കാസർഗോഡ് അവർ പോവാണ്. AC വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ചൂടൊക്കെ ഉള്ള സമയത്ത് AC ചെയ്യാനുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ കണ്ണൂർ പയ്യന്നൂർക്കാണ് പോണത് കേട്ടോ. അങ്ങനെ നമ്മളിത് നമ്മുടെ കുരിയച്ചിറ വളർക്കാവിലുള്ള നമ്മുടെ ഷോപ്പിലെത്തിയിട്ട് കേട്ടോ. അവിടെ ആ ഭാഗത്താണ് ഗാനം തിയേറ്റർ. ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കെയ്ക്കോ കമ്പനി മറ്റേ കുരിയച്ചിറയിലേക്ക് പോണ വഴി. അപ്പോൾ നമ്മുടെ കടയിലെത്തിയിട്ട് ഇവിടെ ഹരിത ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ചെറിയൊരു ഷോപ്പ് പുതിയത് വന്നതാ. അപ്പുറത്ത് ചെറിയൊരു ടീ ഷോപ്പ്. കുട്ടികളൊക്കെ ഉണ്ട്. റോയൽ ക്യാൻ, ഇതല്ല പെഡിഗിരി, പർപ്പിൾ ടൈല്, NND, ജെയിൻ-സീറോ, കാർണിവൽ, ഒരു ഇതെല്ലാ ഫുഡുകളുണ്ട്. പിന്നെ സപ്ലിമെൻറ്റ്സ് എല്ലാം ഉണ്ട്. പിന്നെ പുതിയ ടൈപ്പ് കൂട് വന്നിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ കളർ കൂട് ഉണ്ടോ. 2 അടി, 2.5 അടി, 3.5 അടി. ഇത് 3 അടിയുടെ ഇല്ല. 3 അടിയുടെ വേറെ ടൈപ്പ് ഉണ്ട്. പിന്നെ ലീഷുകൾ സാധനങ്ങൾ ഉണ്ട്. അപ്പുറത്തേക്ക് പോവാം. അപ്പുറത്ത് വേറെ കൂടുകളുണ്ട്. ഇതാണ് 3 അടിയുടെ കൂട്. ഇത് 3 അടിയുടെ കൂട്. ഇത് 2.5 അടി, 2 അടി. ഇനി അതിന് ചെറുത് ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. പിന്നെ ഫ്ലോർ മാറ്റുകളൊക്കെ ഉണ്ട്. ഇത് വീലുള്ള 3 അടിയുടെ കൂട് കേട്ടോ. വീലുള്ള ടൈപ്പ് കണ്ട അടിപൊളി കൂടി. പിന്നെ അത് വേറെ കൂടുകളൊക്കെ ഉണ്ട് കേട്ടോ. ബേസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സ്റ്റോക്ക് ഉണ്ട്. ഡോഗ് ഫുഡ് എല്ലാം സാധനം. ഇത് വേറെ അവിടെ ഇരിക്കണതിൻ്റെ 2.5 കൂട് ഗോൾഡൻ കളറ്. പിന്നെ ട്രേകളൊക്കെ ഉണ്ട്. സ്പെഷ്യൽ ഇതൊന്നും അധികം ആൾക്കാരൊന്നും മേടിച്ച് വയ്ക്കാത്ത സാധനമാണ്. ഫ്ലോർ മാറ്റ് ട്രേ സാധാരണ നിങ്ങളൊരു പെറ്റ് ഷോപ്പിൽ പോയി കിട്ടില്ല. പിന്നെ ഇതേപോലെ വലിയ പാക്കറ്റ് ഡോഗ് ഫുഡുകളും കുറവായിരിക്കും ഉണ്ടോ. നല്ലൊരു ഇതെല്ലാ കമ്പനിയുടെയും ഉണ്ട് കേട്ടോ. റോയൽ ക്യാനും എല്ലാം ഉണ്ട്. പെഡിഗിരിയും ഒക്കെ വലിയ ഡോഗ് ഫുഡുകളൊക്കെ ഉണ്ട്. ബെഡ്, പിന്നെ ട്രാവലിംഗ് ക്രൈറ്റ്, പിന്നെ ഇത് വലിയ കന്നലുകാർക്കുള്ള കന്നൽ വാഷ്. കന്നലുകാർക്കൊക്കെ ഇത് നിസ്സാര പൈസക്ക് കിട്ടും. കുറേ ഡോഗുള്ള ആൾക്കാർക്ക് കുറേ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ. ഇനി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത് തൃശ്ശൂർ വളർക്കാവ് കേട്ടോ. സൊഫ എന്നാണ് പേര്. ഗൂഗിളിൽ ലൊക്കേഷൻ ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും പറയുന്നു, നമുക്ക് 3 സ്ഥാപനമാണ് ഉള്ളത്. ഇത് നമ്മുടെ തൃശ്ശൂർ പട്ടിക്കാടാണ് കേട്ടോ നമ്മുടെ ഫാം ഇരിക്കുന്നത്. പിന്നെ നമുക്ക് വളർക്കാവ് ഗാനം തിയേറ്ററിൻ്റെ അവിടെ സൊഫൈൻ കന്നൽസ് എന്ന് തന്നെ പറഞ്ഞിട്ട് നമുക്കൊരു പെറ്റ് ഫുഡിന്റെ ഒരു സ്റ്റോർ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പറയുന്നത് പാലക്കാട് വടക്കാഞ്ചേരിയിലാണ്. അവിടെ ഗ്രൂം എലൈറ്റ് എന്നാണ് അതിന്റെ പേര്. ഗ്രൂമിംഗ് ഉണ്ട്, പെറ്റ് ഫുഡിന്റെ ഷോപ്പും ഉണ്ട് കേട്ടോ. ആക്സസറീസ് എല്ലാം ഉണ്ട്. തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു ഡോക്ടറും ഉണ്ട് കേട്ടോ. ആ ഭാഗത്ത് ഡോക്ടർമാരുടെ സേവനം കുറവാണ് പാലക്കാട്. അപ്പോൾ നമുക്ക് സേവനത്തിന് വേണ്ടി തൊട്ടടുത്ത് തന്നെ ഒരു ഡോക്ടറും ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ അടുത്ത ആഴ്ച പുതിയ വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.